ഹലോ ഫ്രണ്ട്സ്, ചെറിയ മുതൽ മുടക്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ് എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അതൊരു വലിയ ബഡ്ജറ്റാണ്, അത് വലിയ ഒരു സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ചെറിയ മുതൽ മുടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ കഴിയുന്ന ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാം. അതെന്താണ് ആ സംഭവം, എങ്ങനെ നമ്മൾ തുടങ്ങും എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, നിങ്ങളെ സപ്പോർട്ടാണ് പിന്നീടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഊർജ്ജവും കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു തരാം, അല്ലാതെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ബഡ്ജറ്റ്, നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് ഉണ്ട്, ഒരു ഷോപ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പൊക്കെ ആയിരിക്കാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാം. അതെന്ത് ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ അസു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തൃശ്ശൂർ ടൗണിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു മൊബൈൽ ഷോപ്പിൽ പോകണ്ടായി, മൊബൈൽ ഹോൾസെയിൽ ഷോപ്പിൽ പോകണ്ടായി. അപ്പോൾ ഞാൻ ഈ ഹോൾസെയിൽ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോ പുറത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്ലാരിഫൈ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു പർച്ചേസിങ്, ഹോൾസെയിൽ പർച്ചേസിങ്, ബൾക്ക് പർച്ചേസിങ്, വളരെ ചീപ്പ് റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റാണ് ഡൽഹി എന്നുള്ളത് നമുക്കറിയാം. സദർ ബസാർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോംബെ ഉണ്ട്, ഗുജറാത്തിന്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഡൽഹി ഒരു അപാര മാർക്കറ്റാണ്. ഡൽഹി പോയവർക്കറിയാം, ആ മാർക്കറ്റിനെ കണ്ടവർക്കറിയാം, കേട്ടവർക്കറിയാം. അപ്പം അവിടെ അവൈലബിൾ ആയിട്ടുള്ള വളരെ ചീപ്പ് റേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ₹1 മുതൽ, അല്ലെങ്കിൽ ₹2, ₹3, ₹5, ₹10, ₹15, ₹20, ₹25, ₹30 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾക്കൊരു ഷോപ്പിലേക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ബൾക്കായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അല്ല ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ പക്ഷെ നമുക്ക് ആ സ്റ്റോക്ക് ഇറക്കാൻ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ക്യാഷ് മതിയാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മാർജിൻ പ്രൈസ് കാരണം നമുക്ക് നല്ല ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് പറ്റിയൊരു സ്ഥലമാണ് സദർ ബസാർ, അല്ലെങ്കിൽ ഡൽഹി എന്നുള്ളത്. ആ ഡൽഹിയിൽ ഏറ്റവും വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന സാധനങ്ങളിൽ ഒരു സാധനമാണ് മൊബൈൽ ആക്സസറീസ് എന്നുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ്, മൊബൈൽ ഷോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമുക്കൊരു ചെറിയ റൂമിൽ നമുക്ക് ഒതുക്കാവുന്നതുള്ളൂ. പക്ഷെ ഒരു മൊബൈലിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്രൗഡ്. കാരണം ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ഷോപ്പുകൾ, ഇപ്പം ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഷോപ്പുകൾ, ഇപ്പം ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന മൊബൈൽ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പുകളിൽ വന്നിട്ടായിരിക്കും അവരുടെ പർച്ചേസൊക്കെ നടക്കുക. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ ആ ആ ഹോൾസെയിൽ ഷോപ്പ് അവിടെ ഉള്ളത് അറിയുന്ന ഒരുപാട് ആളുകൾ, പുറത്തുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ, അവർക്ക് ചെറിയ വിലയിൽ സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ, അല്ലെങ്കിൽ മൊബൈൽ കേസസ്, മൊബൈൽ ബാക്ക് കേസ്, അതുപോലെ ഫ്രണ്ട് ഗ്ലാസ്, ഡിസ്പ്ലേകൾ, എന്ന് വേണ്ട, അല്ലെങ്കിൽ മൊബൈലിൻ്റെ പിന്നുകൾ, കേബിൾ, ചാർജർ പോർട്ടുകൾ, മൈക്ക്, സ്പീക്കറുകൾ, ബോക്സ്, അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ റിലേറ്റീവായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി മൊബൈലിനോട് റിലേറ്റീവായിട്ടുള്ള സ്പീക്കേഴ്സ്, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഹെഡ്സെറ്റുകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മൊബൈൽ ഷോപ്പുകൾ, ഹോൾസെയിൽ ഷോപ്പുകൾ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു 3 റൂം മീൻസ്
ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ 300 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 250 റൂമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കണ്ട റൂം അങ്ങനെ ആയിട്ട് ഒരു 250-300 സ്ക്വയർ ഫീറ്റ് റൂമാണ്. അത് 300 സ്ക്വയർ ഫീറ്റ് റൂമാണ്, കാരണം 3 ഷട്ടറുള്ള റൂമായിരുന്നു. പക്ഷെ ആ റൂം നിറച്ചും സാധനങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട്. പക്ഷെ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് ഫുൾ ലോഡാണ്, സാധനങ്ങളൊക്കെ ഫുള്ളാണ്. പക്ഷെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വലിയ ഷോപ്പാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്, ബൾക്ക് സാധനങ്ങളുണ്ട്, നല്ല കോസ്റ്റ് വരും. ഇങ്ങനത്തെ ഒക്കെ ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു എമൗണ്ടിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും എന്നൊക്കെ നമ്മൾക്കൊരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, വളരെ ചെറിയ പൈസയിൽ നമ്മൾക്കൊരു സാധാരണ ഒരു റീറ്റെയിൽ ഷോപ്പ് നമ്മൾ വേറെ തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പോ ചെറിയൊരു ടീ ഷോപ്പോ അല്ലെങ്കിൽ ഒരു കഫ, അങ്ങനത്തെ ഒക്കെ ഒരു ഷോപ്പ് തുടങ്ങാൻ ഉള്ളൊരു ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആക്സസറീസിൻ്റെ ഒക്കെ ഇപ്പം എനിക്ക് അടുത്തറിയാവുന്ന മൊബൈൽ ബിസിനസ് ചെയ്യുന്ന, മൊബൈൽ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ റീറ്റെയിൽ ഷോപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ചെറിയ പൈസക്ക് നമുക്ക് ഡൽഹിയിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇപ്പം ഈ പറഞ്ഞ പോലെ 10 രൂപയും 15 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ഇവിടെ കൊടുന്ന് വിൽക്കുന്നത് 60, 70, 80, 120 രൂപക്കൊക്കെ വിൽക്കുന്ന പല പ്രൊഡക്റ്റ് മൊബൈൽ ആക്സസറീസിൻ്റെ, മൊബൈൽ ഗ്ലാസ് ഉൾപ്പെടെ, മൊബൈൽ ബാക്ക് കേസ്, ചാർജറുകൾ, അതുപോലെ ഹെഡ്സെറ്റുകൾ, 30 രൂപയുടെ ഹെഡ്സെറ്റുകളൊക്കെ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 150 രൂപ, 100 രൂപ, 150, 200 രൂപയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും. അതുപോലത്തെ കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി ചെറിയ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും അങ്ങനെ ഇപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഡൽഹി പോലത്തെ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു ഡയറക്റ്റ് പർച്ചേസ് നടത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു 2-3 ഷട്ടറുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പ് സെറ്റപ്പിൽ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ കിഡിലൻ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ബിസിനസ് അവിടെ നടക്കും. ബിസിനസ് നടന്നില്ലെങ്കിൽ തന്നെ ഒരു ഡിലേ വരികയാണെങ്കിൽ, ഇപ്പം ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല, മറ്റന്നാൾ ബിസിനസ് ഉണ്ടാവില്ല, പക്ഷെ അതൊരിക്കലും നാശമായി പോകുന്നില്ല, കേടായി പോകുന്നില്ല. ഒരു പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ട്രെൻഡിങ് എന്ന് പറയുന്നത് ദിനം പ്രതി മൊബൈലിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മൊബൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ മൊബൈലിൻ്റെ കേസസിലും മൊബൈലിലെ മറ്റുള്ള ആക്സസറീസിലും ഓരോ മോഡൽസും വെറൈറ്റീസും ഇങ്ങനെ ഓരോ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾക്ക് അത്രയും ഈസി ആയിട്ട് അത് വിറ്റഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളായിരിക്കണം. ഓവർ സ്റ്റോക്കുകൾ കൊടുത്ത് നമ്മൾ ഒരു ഡെഡ് സ്റ്റോക്കായിട്ട് നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവരുത്. പക്ഷെ ഒരു ഹോൾസെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളുടെയും അല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് പേഴ്സണൽ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഒരു ബിസിനസ് അവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കത് ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അത് വലിയ ഷോപ്പ് സെറ്റപ്പ് അല്ലെ, ഒരുപാട് ബൾക്ക് പർച്ചേസിങ് നടത്തി വെച്ചിരിക്കുന്നു, നല്ലൊരു എമൗണ്ട് വേണ്ടി വരും എന്നൊക്കെ നമ്മൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു 5 ലക്ഷം രൂപയുടെ ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു നല്ലൊരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നൊരു 2-3 കാറ്റഗറിയിലാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നത്. നമുക്ക് ഒന്ന്, നമ്മൾ എടുക്കുന്ന റൂമിൻ്റെ ഒരു അഡ്വാൻസ് എമൗണ്ട്, ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വേണ്ടി വരും. ലൈറ്റുകൾ കൂടുതൽ നല്ല വെളിച്ചം വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അതൊക്കെ നമുക്കറിയാം, നമ്മൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് പർച്ചേസിങ് തന്നെയാണ്. അപ്പോൾ പർച്ചേസിങ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള ഐറ്റംസുകളും പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ പറഞ്ഞ പോലെ 2 രൂപ 3 രൂപ മുതലായിട്ട് തുടങ്ങണം ഇതിൻ്റെ റേറ്റുകൾ. ആ സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 50, 60, 10, 20, 30, 40 ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വിറ്റഴിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അപ്പം ഇത് ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഡിസ്പ്ലേ വെക്കുമ്പോൾ നമുക്ക് റാക്കിൽ ഫില്ല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക്
നല്ല ക്വാണ്ടിറ്റി അല്ലെ നല്ലൊരു ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളിത് ഹോൾഡ് ചെയ്ത പോലെ സ്റ്റോക്കുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കായാലും പുറത്തു നിന്ന് ഷോപ്പ് നോക്കുന്ന ആളുകൾക്കായാലും നമുക്കായാലും നമുക്കൊരു ഒരുപാട് ഷോപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് വലിയ എമൗണ്ട് ആണെന്ന്. പക്ഷേ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ആക്സസറീസിൻ്റെ ഷോപ്പ് മാത്രമാണ്. കാരണം മറ്റു ഹോൾസെയിൽ ഷോപ്പുകളൊന്നും നമുക്കൊരിക്കലും ചെറിയൊരു എമൗണ്ട് കൊണ്ട് തുടങ്ങാൻ കഴിയില്ല. കാരണം അതൊക്കെ നല്ല ബൾക്ക് പർച്ചേസ് നടത്തുന്ന, അതുപോലെ തന്നെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. പക്ഷേ മൊബൈൽ ആക്സസറീസിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല. വളരെ ചെറിയ മറ്റു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാവുന്ന ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മൊബൈൽ ആക്സസറീസിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് നമുക്ക് തുടങ്ങാൻ കഴിയും. അപ്പോൾ നല്ലൊരു ബിസിനസ് ആശയമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബിസിനസ് സെറ്റപ്പാണ്. ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുതിയതായിട്ടൊക്കെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സോ അപ്പം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ തീർക്കുക, കൂട്ടുകാർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.